ഇന്നത്തെ വീഡിയോ ചിക്കൻ പാർട്സിനെ കുറിച്ചാവാം. ചിക്കൻ പാർട്സ് കറി വയ്ക്കുന്ന ഈ ഒരു വീഡിയോയിലൂടെ ചിക്കൻ പാർട്സ് എങ്ങനെയൊക്കെ അവൈലബിൾ ആണ്, അതെങ്ങനെ വാങ്ങുന്നതാണ് നല്ലത്, അതുപോലെ എങ്ങനെ അത് ക്ലീൻ ചെയ്യും, അതായത് ലൈക്ക് എ പ്രോ അറപ്പൊന്നുമില്ലാതെ പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് ചിക്കൻ പാർട്സ് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ചിക്കൻ പാർട്സിൽ ലിവറും കാര്യങ്ങളൊക്കെ വരുന്നത് മിക്സായി പോകാതെ ഉടഞ്ഞു പോകാതെ എങ്ങനെ കുക്ക് ചെയ്തെടുക്കാം. അതുപോലെ ഇത് കുക്ക് ചെയ്യുമ്പോൾ ചിക്കൻ പാർട്സിൻ്റെ റെസിപ്പീസ് ചെയ്യുമ്പം കുറഞ്ഞ സമയം കൊണ്ട് പെട്ടെന്ന് എങ്ങനെയാണ് അത് റെഡിയാക്കി എടുക്കാനുള്ള ടിപ്സ് അതൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചിക്കൻ വിൽക്കുന്ന കടയിൽ നിന്ന് തന്നെ ഫ്രഷ് ആയിട്ട് വാങ്ങിയിട്ടുള്ള പാർട്സാണിത്. അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് ക്ഷമയോടെ ഇരുന്ന് ക്ലീൻ ചെയ്യേണ്ടതുണ്ട്. ഇതിലെനിക്ക് കിട്ടിയിരിക്കുന്ന പാർട്സ്, അതായത് എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്, ഒന്ന് അതിൻ്റെ ബ്രെയിന്, അതിൻ്റെ ഹെഡ് പോർഷൻ ഉണ്ട്, അതുപോലെ അതിൻ്റെ നെക്ക് പോർഷൻ ഉണ്ട്, പിന്നെ റിബ്സിൻ്റെ ആ ഒരു പോർഷൻ ഉണ്ട്, പിന്നെ ലിവർ, പിന്നെ അതിൻ്റെ ഗിസാർഡ്സ് കാര്യങ്ങൾ, പിന്നെ ലെഗിൻ്റെ അവിടുത്തെ കുറച്ച് ബോൺസും കാര്യങ്ങളും. ഇത്രയൊക്കെയാണ് എനിക്കിവിടെ കിട്ടിയിരിക്കുന്നത്. നമ്മളിവിടെയൊക്കെ ഇത് കിലോയ്ക്ക് ഒരു 90 രൂപ ആ ഒരു റേറ്റിലാണ് ലഭിക്കുന്നത്. ഇതെല്ലാ ചിക്കൻ സ്റ്റോളിൽ നിന്നും കിട്ടണമെന്നൊന്നുമില്ല. ഇതിൻ്റെ അവൈലബിലിറ്റി പിന്നെ വേറെയുള്ളത് സൂപ്പർ മാർക്കറ്റുകളിലാണ്. അവിടെ ഫ്രോസൺ ആയിട്ടുള്ള ഒരു രീതിയിൽ ഫ്രീസറിൽ സൂക്ഷിച്ചിട്ട് നമുക്ക് ചിക്കൻ പാർട്സ് വാങ്ങാൻ ലഭിക്കും. അത് ജസ്റ്റ് നമ്മൾ കട്ട് ചെയ്യേണ്ട ഒരു പണിയുള്ളൂ. ഇതുപോലെ ഒരുപാട് ക്ലീൻ ചെയ്യേണ്ട ഒരു ആവശ്യമൊന്നും വരില്ല. അതിന് ഏതാണ്ട് ഈ ഒരു റേറ്റ് തന്നെയാണ് വരുന്നത്. പക്ഷേങ്കിൽ ലിവർ, ഹാർട്ട് അതൊക്കെ വേറെ, അതിൻ്റെ നെക്ക് പോർഷനൊക്കെ വേറെ പാക്കറ്റിൽ, അങ്ങനെ ഓരോ പാക്കറ്റായിട്ട് ഒരു ഹാഫ് കെ ജി പാക്കറ്റിലൊക്കെ ആയിട്ട് കിട്ടുമായിരിക്കും. ഈ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഞാൻ കട്ട് ചെയ്യുന്ന ഒരു പാർട്ട് അതെനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്തൊരു ഓർഗനാണ്. അതെന്താണെന്ന് അറിയുന്നവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് പിന്നെ ചിക്കൻ്റെ ഹാർട്ടാണല്ലോ, അതിൻ്റെ വെസൽസും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്തതൊക്കെ വാഷ് ചെയ്തെടുക്കണം. ബാക്കിയുള്ളത് ഇതുപോലെ കൊത്തി എറിഞ്ഞ് തന്നിട്ടുണ്ടാകും. അത് വേണമെങ്കിൽ മാത്രം നമുക്ക് പീസാക്കി എടുത്താൽ മതി. പിന്നെ ഇതിനൊക്കെ കവർ ചെയ്തിട്ട് നല്ല രീതിയിൽ ഫാറ്റ് ഉണ്ടായിരുന്നു, അതൊക്കെ ഞാനിങ്ങനെ പറിച്ച് കളഞ്ഞിട്ടുണ്ട്. പിന്നെ ക്ലീൻ ചെയ്യാനുള്ളത് ഗിസാർഡാണ്. എല്ലാവർക്കും ഭയങ്കര ടാസ്ക് ആയി തോന്നുന്നതും അറപ്പുള്ളതും അതിനുള്ളിൽ ഫുഡിൻ്റെ കാര്യങ്ങളുള്ളതുകൊണ്ട് ആർക്കും ക്ലീൻ ചെയ്യാൻ ഇഷ്ടമല്ലാത്തതാണിത്. എന്നാൽ ഞാൻ ഈ കാണിക്കുന്നത് പോലെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ഇത് നല്ല സാറ്റിസ്ഫൈ ആയിട്ട് തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റും. ഇത് അറിയാത്തവരാണെങ്കിൽ അത് രണ്ടായി മുറിച്ച് അതിൻ്റെ ഉള്ളിലെ ഫുഡും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വന്ന് ആകെ നാശകോശമാകും. ഈ ഗിസാർഡിൻ്റെ ഉള്ളിൽ ഒരു സ്കിന്നുണ്ട്. ആ സ്കിന്നിൻ്റെ ഉള്ളിൽ ഒരു പാക്കറ്റിൻ്റെ ഉള്ളിൽ പോലെയാണ് ആ കോഴി കഴിച്ചിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഒരു സൈഡിൽ നിന്ന് അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു സ്കിന്ന് മുറിയാതെ ഇതേ രീതിക്ക് കെയർഫുള്ളായിട്ട് കട്ട് ചെയ്ത് അതിൻ്റെ ഫുഡൊന്നും പുറത്തേക്ക് വരാത്ത രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് ലൈക്ക് എ പ്രോ നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഈ ഗിസാർഡിൻ്റെ ഉള്ളിൽ എപ്പോഴും കോഴിയുടെ ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇത് അതിൻ്റെ അന്നനാളം ആ ഒരു, അല്ലെങ്കിൽ ഇൻറ്റസ്റ്റൈൻ, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, അങ്ങനെ എന്തോ ഒരു സ്ട്രക്ചർ ആയിരിക്കും അല്ലെങ്കിൽ ഗിസാർഡ്. എനിക്കത് കറക്റ്റായിട്ട് അറിയില്ല. നിങ്ങൾക്ക് അറിയെങ്കിൽ അത് കമൻറ്റ് ചെയ്താൽ മതി. ഇതിങ്ങനെ പറിച്ചെടുക്കുന്നത് കാണാൻ നല്ല രസമുള്ളതുപോലെ തന്നെ പറിച്ചെടുക്കാനും നല്ല രസമാണ്. എപ്പോഴെങ്കിലും വീട്ടിൽ ചിക്കൻ വാങ്ങുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. പിന്നെയുള്ളത് ഈ ഗിസാർഡിനെ ഫോളോ ചെയ്ത് വരുന്ന ഒരു വെസൽ പോലെയുള്ളൊരു സ്ട്രക്ചറാണ്. അത് ഞാൻ കട്ട് ചെയ്ത് കളയാറാണ് പതിവ്. നിങ്ങളത് യൂസ് ചെയ്യാറുണ്ടെങ്കിൽ, അത് വാഷൊക്കെ ചെയ്ത് ഇനി അതിൻ്റെ ഉള്ളിൽ നിന്ന് സ്കിന്നൊക്കെ പറിച്ച് അങ്ങനെ യൂസ് ചെയ്യാറുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ ഇതിന് നല്ല കുക്കിംഗ് ടൈം ഉള്ളതുകൊണ്ട് തന്നെ, പിന്നെ ഇത് ലിവറാണ് വിചാരിച്ചിട്ട് തെറ്റിദ്ധരിച്ച് എടുക്കാനൊക്കെ ചാൻസ് ഉള്ളതുകൊണ്ട് ഇത് പെട്ടെന്ന് വെന്ത് കിട്ടാനൊക്കെ ആയിട്ട് വളരെ ചെറുതായിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ചിക്കനുമായിട്ടും അല്ലെങ്കിൽ വേറെ റെഡ് മീറ്റും ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ചിക്കൻ പാർട്സ് വളരെ കുറഞ്ഞ വിലയിൽ നമുക്ക് കിട്ടുമെങ്കിലും ഇത് എപ്പോഴും കഴിക്കുന്നത് അത്ര നല്ല കാര്യമൊന്നും ആയിരിക്കില്ല. ഇതിൻ്റെ കട്ടിങ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി വാഷ് ചെയ്തെടുക്കണം. ലിവറൊക്കെ ഉള്ളതുകൊണ്ട് കെയർഫുള്ളായിട്ട് അതൊന്നും ഉടച്ച് കളയാത്ത രീതിയിൽ സോഫ്റ്റായിട്ടാണ് വാഷ് ചെയ്യേണ്ടത്. ഒരു 2-3 വെള്ളത്തിൽ വാഷ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞ് ഞാൻ ഇതിലേക്ക് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. വേറെ അധികം എക്സ്ട്രാ കാര്യങ്ങളൊന്നും ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടില്ല. ചിക്കൻ പാർട്സ് ക്ലീൻ ചെയ്ത് അന്ന് തന്നെ നിങ്ങൾ കുക്ക് ചെയ്യുന്നില്ലെങ്കിൽ അത് ഫ്രീസറിൽ വെക്കാവുന്നതാണ്. ഫ്രീസറിൽ വെക്കാൻ വേണ്ടിയിട്ട് ഉള്ള ചിക്കൻ പാർട്സിലേക്ക് ഉപ്പും മുളക് പൊടി അതൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഒരു പാത്രത്തിൽ ചിക്കൻ പാർട്സ് എടുത്ത് അതിന് ലെവൽ ചെയ്ത് വെള്ളമൊഴിച്ച് അടച്ച് അത് ഫ്രീസറിൽ വെച്ചാൽ മതി. പാർട്സ് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്തതിന് ശേഷമാണ് ഫ്രീസറിൽ വെക്കുക. നമുക്ക് കുക്കിംഗ് പരിപാടിയിലേക്ക് പോകാം. പാത്രം ചൂടാകുമ്പോൾ ഞാൻ അതിലേക്ക് 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചൂടാകുമ്പോഴാണ് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ പാർട്സ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഉപ്പും മുളകും മഞ്ഞളൊക്കെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം അതൊക്കെ നന്നായിട്ട് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനത് കുറച്ച് നേരം, ഒരു അരമണിക്കൂറോളം റെഫ്രിജറേറ്ററിൽ വെച്ചിട്ടുള്ളതാണ്.
അതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ടതില്ല, അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. ആ വെള്ളത്തിൽ തന്നെ അത് കുക്കാവുകയും ചെയ്യും. അത് ചെറിയ തീയിൽ അടച്ചു വെച്ച് വേവിച്ചാൽ മതി. ഇങ്ങനെ ചെയ്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ലിവറും കാര്യങ്ങളൊക്കെ വെന്തുടഞ്ഞു പോകാതെ അത്യാവശ്യം ഏറെക്കുറെയൊക്കെ അങ്ങനെ തന്നെ പീസായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് വേവിക്കുമ്പോഴുള്ള വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ അത് വേവിക്കാൻ ഇട്ടതിന് ശേഷം ഉടനെ തന്നെ വേറൊരു സ്റ്റൗവിൽ വേറൊരു പാത്രത്തിൽ അതിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കുമ്പം ഈ മസാല തയ്യാറാക്കി ഉടനെ തന്നെ ആ ചിക്കൻ എത്രയാണോ വെന്തിട്ടുള്ളത് കംപ്ലീറ്റ് ആയിട്ട് വെന്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഹാഫായിട്ടാണ്, പകുതി വെന്തിട്ടില്ലെങ്കിൽ അങ്ങനെ തന്നെ ആ മസാലയിലേക്ക് എടുത്തൊഴിക്കുകയും ചെയ്യുമ്പോൾ അത്രയും നമുക്ക് കുക്കിംഗ് ടൈം ലാഭിക്കാൻ പറ്റും. അതായത് പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. വെജിറ്റബിളൊക്കെ കട്ട് ചെയ്തു. ഞാനിത് മൺചട്ടിയിൽ വിറകടുപ്പിലാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ഒക്കെ എടുത്തിട്ടുണ്ട്. കുറച്ച് ജാതിപത്രിയും പട്ടയും ഗ്രാമ്പും ജീരകവും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, അല്ലാതെയും ചെയ്യാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് സ്പൈസസ് ഇട്ട് അതിലേക്ക് ഒനിയൻ കട്ട് ചെയ്തത് ഇട്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ ഇതിലേക്ക് 2 വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് 1 കിലോ ചിക്കൻ പാർട്സിന്. സ്പൈസസിന്റെ ടേസ്റ്റ് അധികം ഇഷ്ടമല്ലാത്തവർ വെളിച്ചെണ്ണയിലേക്ക് വലിയ ജീരകം മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇത് ഏറ്റവും സിമ്പിളായിട്ട് ചിക്കൻ പാർട്സ് ഉണ്ടാക്കുന്ന രീതിയാണ്. ജീരകം ഇട്ടിട്ടില്ലെങ്കിൽ ഇനി ഇഞ്ചി വെളുത്തുള്ളി ഇട്ടിട്ട് അതിനുശേഷം സവാള മുറിച്ചതിട്ട് അങ്ങനെയും ചെയ്യാം. സവാളയിലേക്ക് ഉപ്പ് ചേർത്ത് അത് വെന്ത ഉടനെ ജിഞ്ചർ ഗാർലിക് ഇട്ടിട്ട് അങ്ങനെയും ചെയ്യാം. അങ്ങനെ ചെയ്യാനാണ് വിചാരിച്ചത്. ഞാൻ ജിഞ്ചർ ഗാർലിക് ഇടാൻ ലേറ്റായി പോയിട്ടുണ്ടായിരുന്നു. സവാള വെന്ത് അതിലേക്ക് ടൊമാറ്റോയും ചേർത്തതിന് ശേഷം ഞാൻ ജിഞ്ചർ ഗാർലിക് ചേർത്തിട്ടുള്ളൂ. അതിന് മുന്നേ ചേർക്കുന്നതാണ് നല്ലത്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി എരിവിനനുസരിച്ച് ചേർക്കാം. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തു. ആദ്യം സ്പൈസസ് ചേർത്തിട്ടില്ലെങ്കിൽ ഈ സമയം ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതിന്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഈ ഒരു മസാല ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ അടുപ്പത്ത് വെച്ച ചിക്കൻ പാർട്സ് പകുതിയിലധികം വേവായിട്ടുണ്ടായിരുന്നു. പാർട്സ് ആദ്യമേ വേവിച്ച് വെച്ച് പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ട് മസാല ഉണ്ടാക്കി അതിലേക്ക് വെന്ത പാർട്സ് ചേർത്തിട്ടും ചെയ്ത് കൊടുക്കാം. പാർട്സ് ചേർത്തതിന് ശേഷം അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് 1-ാം പാൽ ഒഴിച്ചിട്ടും ഇതുണ്ടാക്കി എടുക്കാം. ചപ്പാത്തിക്കൊക്കെ കോമ്പിനേഷൻ ആണെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിക്കുന്നതായിരിക്കും നല്ലത്. ഇനി ചോറിന്റെ കൂടെ കഴിക്കാനാണെങ്കിൽ ചിക്കൻ പാർട്സ് ചേർത്തതിന് ശേഷം തേങ്ങ വറുത്തരച്ചത് ചേർത്തിട്ട് ഇളക്കി വാങ്ങാവുന്നതാണ്. തേങ്ങാപ്പാലും തേങ്ങ അരപ്പും അല്ലെങ്കിൽ തേങ്ങ വറുത്തരച്ചതും ഒന്നും ചേർക്കാതെ ഇതുണ്ടാക്കിയാലും ഇത് നല്ല ടേസ്റ്റാണ്. പിന്നെ തേങ്ങ വറുത്തരച്ചതൊക്കെ ചേർത്താൽ ഇത് കുറച്ചും കൂടി ക്വാണ്ടിറ്റിയിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. കുറേ മെമ്പേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ 2 നേരത്തേക്കൊക്കെ ആണെങ്കിൽ അങ്ങനെയും ഉണ്ടാക്കാം. അപ്പോൾ മസാലയിലേക്ക് ചിക്കൻ പാർട്സ് വെന്തതും കൂടെ ചേർത്ത് മിക്സ് ആക്കലാണിപ്പോൾ. ചിക്കൻ പാർട്സ് വേവിച്ചതിൽ ഒരു ചെറിയ ഗ്രേവി ഉണ്ടാകും. അതിൽ കൂടുതൽ ഗ്രേവി വേണമെങ്കിൽ എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ചേർത്ത് ഇതെല്ലാം ഒരുമിച്ച് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. അതെല്ലാം തിളച്ച് സെറ്റായി കുറുകി എത്രയാണോ നമുക്ക് ഗ്രേവി വേണ്ടത് അത്രയൊക്കെ ആയി വരുമ്പോൾ അതിലേക്ക് കുരുമുളക് പൊടി എരിവിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യാനുസരണം കറിവേപ്പിലയും മല്ലിയിലയും ഇനിയിപ്പോൾ കയ്യിൽ കുറച്ച് പുതിനയില ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് ഇളക്കി വാങ്ങിയാൽ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ചിക്കൻ പാർട്സ് കറി റെഡിയായി. ചിക്കൻ പാർട്സ് എങ്ങനെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ബിഗിനേഴ്സിനൊക്കെ വെച്ച് പഠിക്കാൻ, ചിക്കൻ കറി വെക്കാൻ പാർട്സ് കറി വെച്ച് പഠിക്കുന്നത് നല്ലൊരു ഓപ്ഷനാണ്. വേറെയും ചിക്കൻ കറി റെസിപ്പീസൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറന്നു പോകില്ലല്ലോ.